സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിലെ ആദ്യത്തെ ഒരു സെൻറ്റൻസേ ഞാൻ വായിച്ചുള്ളൂ. കാരണം അവിടെ ഒരു ധനവാനുമുണ്ട്, ഒരു പാവപ്പെട്ടവനുമുണ്ട്, ദരിദ്രനുമുണ്ട്. പക്ഷെ ഈ ധനവാന് പേരില്ല. ദരിദ്രനാണെങ്കിൽ ലാസർ എന്ന് പേരുണ്ട്. എന്തെല്ലാം ഉണ്ടായെങ്കിലും നമുക്കൊരു പേരില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ ജീവിതം? നമ്മൾ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഒരു ധനവാനായിരിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവസന്നിധിയിൽ പേരുള്ള വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് പത്രോസിനോട് പറയാൻ പറ്റും, എൻ്റെ പേര് ലാസർ, ഒന്ന് നോക്കിക്കേ. ധനവാന്മാർ എത്രയോ പേരുണ്ട്. നമുക്കൊരു പേര് സമ്പാദിക്കണം, അല്ലേ? നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം, ഒരു പേര് സമ്പാദിക്കാം. ദൈവസന്നിധിയിൽ പേര് സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാം. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ, അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.